2 ദിവസം കഴിഞ്ഞുള്ള പകൽ. രാവിലെ ജോലിക്കു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് വിഷ്ണു. വിഷ്ണുവിന്റെ അച്ഛൻ ടൗണിൽ ഒരു പലചരക്കുകടയാണ്. അതുകൊണ്ട് അദ്ദേഹം രാവിലെ നേരത്തെ കടയിലേക്ക് പോകും. പോകാനായി വിഷ്ണു ബൈക്കിൽ കയറി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയതും വണ്ടി സ്റ്റാർട്ടാകുന്നില്ലായിരുന്നു. അവൻ വീണ്ടും സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചെങ്കിലും നടപടിയായില്ല. എന്തു പറ്റിയടാ? അകത്തുനിന്നും അമ്മ വന്ന് അവനോട് ചോദിച്ചു. ഇവൻ സ്റ്റാർട്ടാകുന്നില്ല. ഞാൻ അഭിയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, അവൻ വീട്ടിന് ഇറങ്ങിയോ ആവോ? അമ്മയോട് പറഞ്ഞ് അവൻ ഫോണെടുത്ത് അഭിയെ വിളിച്ച് കാര്യം പറഞ്ഞു. ഡാ, എന്തായി? അവൻ കോൾ കട്ടാക്കിയതും അമ്മ ചോദിച്ചു. അവൻ ഇറങ്ങിയിട്ടില്ല. അഭിയുടെ അടുത്ത് ബസ് സ്റ്റോപ്പിൽക്ക് ആക്കിത്തരാൻ പറയാം. പിന്നെ അമ്മ, ഞാൻ വർക്ക്ഷോപ്പിൽക്ക് വിളിച്ചു പറയാം ഇവനെ ഇവിടുന്ന് റിപ്പയർ ചെയ്യാൻ കൊണ്ടുപോവാൻ. കുറച്ചു സമയത്തിനു ശേഷം അഭി അവിടേക്ക് വന്നു. ഡാ, എന്താ ബൈക്കിന് പറ്റിയത്? അഭി ചോദിച്ചു. അറിയില്ല, സ്റ്റാർട്ടാവുന്നില്ല. ഞാൻ നമ്മുടെ മനോജേട്ടനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അമ്മ, ഞങ്ങൾ എന്നാ ഇറങ്ങി? അവർ അവിടെ നിന്നും പോയി. ഡാ, ഞാൻ നിന്നെ വേണമെങ്കിൽ ബാങ്കിൽ കാക്കി തരാം, വേണോ? പോകുന്നതിനിടെ അഭി ചോദിച്ചു. ഏയ് വേണ്ടടാ, നീ ഓഫീസിലെത്താൻ ലേറ്റാവും, ബസ്സുണ്ടല്ലോ, പിന്നെന്താ? അഭി അവനെ ബസ് സ്റ്റോപ്പിലേക്കാക്കി കൊടുത്തു. വിഷ്ണു നോക്കുമ്പോൾ സ്റ്റോപ്പിൽ ആളുകൾ നിൽക്കുന്നുണ്ട്. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ബസ്സിൽ തിരക്കുണ്ടാകുമെന്ന് അവനറിയാമായിരുന്നു. കുറച്ചു നേരത്തിനു ശേഷം ബസ് വന്നു. ഊഹിച്ച പോലെ തന്നെ അത്യാവശ്യം തിരക്കുണ്ട്. സീറ്റെല്ലാം ഫുള്ളാണെന്ന് ബസ്സിനകത്തു കയറാതെ തന്നെ മനസ്സിലാക്കാം. എങ്ങനെയൊക്കെയോ ഉന്തിത്തള്ളി അവൻ അകത്തു കയറിപ്പറ്റി. പുറകിലെ ഡോറിന്റെ സ്റ്റെപ്പിന്റെ അടുത്തായാണ് വിഷ്ണു നിൽക്കുന്നത്. പെട്ടെന്നാണ് അവന്റെ നോട്ടം ബസ്സിന്റെ ഫ്രണ്ടിലേക്ക് നീണ്ടത്. പരിചയമുള്ള ആരുടെയോ മുഖം അവന്റെ കണ്ണുകളിലുടക്കി. കാറ്റിനാൽ മുഖത്തേക്കു പാറി വീഴുന്ന മുടിയിഴകളെ കൈകൊണ്ട് ചെവിക്കു പിറകിലേക്കൊതുക്കുകയാണ് അശ്വതി. ഒരു നിമിഷം വിഷ്ണുവിന്റെ ശ്രദ്ധ പൂർണ്ണമായും അവളിലേക്ക് നീണ്ടു. ഡ്രൈവറുടെ സീറ്റിന്റെ മറുവശമുള്ള നീലൻ സീറ്റിന്റെ ആദ്യമായാണ് അവൾ ഇരിക്കുന്നത്. ബസ്സിൽ പിന്നെയും തിരക്ക് കൂടിക്കൊണ്ടിരുന്നു. അവന്റെ നോട്ടം പിന്നെയും അനുസരണയില്ലാതെ അവളിലേക്ക് നീണ്ടു. ബസ്സിൽ തിരക്കുകൂടിയതിനാൽ അവന് നിൽക്കുന്നിടത്തുനിന്ന് കുറച്ച് അകത്തേക്ക് കയറി നിൽക്കേണ്ടി വന്നു. അതിനാൽ അവളെ കൃത്യമായി കാണാൻ പറ്റാതെയായി. പഴയ സ്ഥലത്തേക്ക് തിരിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും തിരക്കുകൊണ്ട് അവൻ പറ്റിയില്ല. 2-4 സ്റ്റോപ്പ് കഴിഞ്ഞതും ബസ്സിലെ തിരക്ക് ഒന്നൊഴിഞ്ഞു. അവൻ അവളെ വീണ്ടും ഒന്ന് കാണുന്നതിനായി നേരത്തെ നിന്നിടത്തേക്ക് ചെന്ന് അവൾ ഇരുന്നിരുന്ന ഭാഗത്തേക്കു നോക്കിയതും അവിടെ മറ്റാരോ ഇരിക്കുന്നതാണ് അവൻ കണ്ടത്. അവൾ ഏതോ സ്റ്റോപ്പിൽ അപ്പോഴേക്കും ഇറങ്ങിയിരുന്നു. ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ഓഫീസ് സ്റ്റാഫായാണ് അശ്വതി ജോലി ചെയ്യുന്നത്. ബസ്സിറങ്ങിയ അവൾ നേരെ ഓഫീസിലേക്കു നടന്നു. നടക്കുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങൾ അവളുടെ ചിന്തകളിൽ ഉണർന്നു. ഓഫീസിലെ ഇന്നത്തെ ചർച്ചാ വിഷയം താനായിരിക്കും എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഏതുതരം സംസാരത്തെയും നേരിടാൻ തക്കവണ്ണം മനസ്സിനെ പാകപ്പെടുത്തിയാണ് അവൾ ഓഫീസിനകത്തേക്ക് കയറിയത്. സ്റ്റാഫുകൾ എല്ലാം എത്തിത്തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവളെ കണ്ടതും എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചു. അവൾ തിരിച്ചും. അശ്വതി ചെയറിലേക്കിരുന്നതും അവളുടെ അടുത്തേക്ക് പ്യൂൺ ചേട്ടൻ വന്നു. ഞങ്ങൾ കരുതി മോൾ ഇന്ന് ലീവായിരിക്കും എന്ന്. നടന്നതൊന്നും അത്ര വേഗം ആർക്കും മറക്കാൻ പറ്റില്ലല്ലോ. അയാൾ പറയുന്നത് സങ്കടത്തോടെയാണെങ്കിലും അകത്ത് പുച്ഛവും കളിയാക്കലുമാണെന്ന് അവൾക്ക് മനസ്സിലായി. അല്ലെങ്കിലും കള്ളം പറഞ്ഞ് കല്യാണം നടത്താൻ നോക്കിയാ ഇങ്ങനെ ഇരിക്കും. വീട്ടുകാർ ചെയ്ത ഒരു ചെയ്തേ. മോൾക്ക് ഇങ്ങനൊരു ദോഷം ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റണില്ല. എന്താ ഓരോരുത്തരുടെ യോഗം അല്ലാണ്ടെന്താ പറയാ? അവളുടെ അടുത്തിരിക്കുന്ന ചേച്ചിയും അയാൾക്കൊപ്പം കൂടി. ഇതെല്ലാം കേട്ട് തലപ്പെരുത്താണ് അവൾ ഇരിക്കുന്നത്. കുറ്റം പറഞ്ഞു നടക്കുന്ന നാട്ടുകാരെക്കാൾ വിഷമുള്ളവരാണ് കൂടെ ജോലി ചെയ്യുന്നവർ എന്നവൾക്ക് ആ നിമിഷം തോന്നി. മതി എല്ലാവരും ദുഃഖം അറിയിച്ചത്. ഡോ പോയി തന്റെ ജോലി നോക്കിയേ. അവിടേക്ക് വന്ന മാനേജർ അവരെ നോക്കി പറഞ്ഞു. മാനേജർ ഇടപെട്ടതും എല്ലാവരും അവരവരുടെ ജോലിയിൽ ശ്രദ്ധ തിരിച്ചു. അതവൾക്ക് ആശ്വാസം നൽകി. പിന്നീടങ്ങോട്ട് വർക്ക് ലോഡ് കാരണം അവൾക്ക് മറ്റൊന്നും ചിന്തിക്കാൻ നേരം കിട്ടിയില്ല. വണ്ടിയുടെ അവസ്ഥ എന്തെന്നറിയാൻ ബാങ്കിൽ നിന്നും ഇറങ്ങിയ വിഷ്ണു അഭിയെയും കൂട്ടി നേരെ വർക്ക്ഷോപ്പിലേക്കാണ് പോയത്. അവർ അവിടെ എത്തുമ്പോൾ മെയിൽ മെക്കാനിക്കായിട്ടുള്ള കൃഷ്ണേട്ടൻ ഒരു ബൈക്ക് റിപ്പയർ ചെയ്യുകയായിരുന്നു. അവരെ കണ്ടതും കോട്ടൻ തുണിയിൽ കൈതുടച്ച് കൃഷ്ണേട്ടൻ അവരുടെ അടുത്തേക്ക് ചെന്നു. വിഷ്ണു, വണ്ടിയുടെ എഞ്ചിനാണ് കേട്, ഒരു 3 ദിവസമെങ്കിലും പിടിക്കും. അയാൾ പറഞ്ഞു. ഓയിലൊക്കെ കറക്റ്റ് സമയത്ത് മാറ്റാറുണ്ട്, പിന്നെ ഇതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ എന്താ? കൃഷ്ണേട്ടാ, വിഷ്ണു ചോദിച്ചു.
ഇവൻ പ്രായം ഒരുപാടായില്ലേടാ, അതിന്റെ പ്രശ്നങ്ങൾ കാണിക്കും. നിന്നോട് ഞാൻ മുൻപും പറഞ്ഞിട്ടില്ലേ ഇത് ഉപേക്ഷിച്ച് പുതിയത് ഒന്ന് വാങ്ങിക്കാൻ. കൃഷ്ണേട്ടൻ പറഞ്ഞത് കേട്ട് വിഷ്ണു പുഞ്ചിരിയോടെ ബൈക്കിൽ ഒന്ന് തലോടി. ഇവനെ അങ്ങനെ ഉപേക്ഷിക്കാൻ തോന്നുന്നില്ല കൃഷ്ണേട്ടാ. അച്ഛൻ ആദ്യം ഉപയോഗിച്ചിരുന്ന വണ്ടിയാ ഇത്. ഞാൻ ഡ്രൈവിംഗ് പഠിച്ചപ്പോ നീ എടുത്തോ എന്ന് പറഞ്ഞ് എനിക്ക് തന്നതാ ഇവനെ. അതുകൊണ്ടൊക്കെ ഒരു ചെറിയ ഇമോഷണൽ കണക്ഷൻ. ഇവനോടല്ലാതെ കൃഷ്ണേട്ടൻ ഈ കാര്യം പറയോ? അഭി ഇടപെട്ടു. വണ്ടി റെഡിയായ കൃഷ്ണേട്ടൻ വിളിച്ചാൽ മതി, ഞാൻ വരാം. എന്നാ ഞങ്ങൾ ഇറങ്ങാം. ശരി, ഞാൻ വിളിക്കാം. അഭിയും വിഷ്ണുവും അവിടെ നിന്നും ഇറങ്ങി. ക്ലബിനു മുന്നിലെ കലിങ്കിൽ രാത്രിയിലെ സബ്കൂടലിലാണ് വിഷ്ണുവും കൂട്ടുകാരും. ജോലി കഴിഞ്ഞു വന്ന് രാത്രി കുറച്ചുനേരം ഈ സ്ഥിരം മീറ്റിംഗ് ഇവർക്ക് പതിവുള്ളതാണ്. വിഷ്ണു, വണ്ടിക്കെന്താടാ പറ്റിയത്? ശ്രീരാഗ് ചോദിച്ചു. രാവിലെ നോക്കിയപ്പോ സ്റ്റാർട്ടാകുന്നില്ല. കൃഷ്ണേട്ടൻ്റേൽ കൊടുത്തിണ്ട് റെഡിയാക്കാൻ. വിഷ്ണു പറഞ്ഞു. ഡാ രോഹിത്തെ, നീയെന്താ ഒന്നും മിണ്ടാത്തെ? നീ അത് വിട്ടില്ലേ? ഒന്നും സംസാരിക്കാതെയിരിക്കുന്ന രോഹിത്തിനെ നോക്കിയാണ് അഭി ചോദിച്ചത്. വിവാഹ നിശ്ചയം മുടങ്ങിയതിന്റെ ചെറിയ ഒരു ബുദ്ധിമുട്ട് അവനെ അലട്ടുന്നുണ്ടെന്ന് അവർക്ക് അറിയാമായിരുന്നു. നീ അത് വിട്. ഇങ്ങനെയൊക്കെ ആവാനാവും വിധി. അല്ലെങ്കിലും വെറുതെ വിധിയെ പഴിച്ചിട്ടെന്താ ആളുകൾ നേരാവണ്ടേ? ശ്രീരാഗ് പറഞ്ഞു. അതല്ല എന്റെ പ്രശ്നം. വീട്ടിൽ ഇപ്പോ പുതിയൊരാലോചന ഇതാ വന്നു. ഞാൻ പറഞ്ഞതാ, ഇനി കുറച്ചു നാളത്തേക്ക് ഇമ്മാതിരി വേഷം കെട്ടുപരിപാടിക്ക് ഞാൻ ഉണ്ടാവില്ലാന്ന്. ആര് കേൾക്കാൻ? രോഹിത്ത് ദേഷ്യത്തോടെ പറഞ്ഞു. ഹോ, വീട്ടുകാരായ ഇങ്ങനെ വേണം. അതിനൊക്കെ നമ്മുടെ കെട്ടുപ്രായം തികഞ്ഞ ഒരു മകൻ ആ വീട്ടിൽ ഉണ്ടെന്ന വല്ല വിചാരവും അവിടെയുള്ളവർക്ക് ഉണ്ടോ? ശ്രീരാഗ് പറഞ്ഞു കേട്ട് എല്ലാവരും ഒന്നു ചിരിച്ചു. ഡാ ശ്രീ, അതിന് കെട്ടുപ്രായം തികഞ്ഞോണ്ട് മാത്രം കാര്യമില്ലടാ, കയ്യിരിപ്പും കൂടെ നേരാവണം. അഭി അവനെ ഒന്ന് ആക്കി പറഞ്ഞു. ഹോ, അങ്ങനെ? അഭി, നിനക്ക് ഈ ചൊവ്വാദോഷത്തിൽ വിശ്വാസമുണ്ടോ? ശ്രീയുടെ ചോദ്യത്തിനു മുന്നിൽ അഭി ഒരു നിമിഷം മൗനമായി നിന്നു. അവന്റെ മറുപടി എന്താണെന്നറിയാൻ വിഷ്ണുവിനും ആകാംക്ഷയേറി. യുക്തിപരമായി ചിന്തിച്ചാ എനിക്ക് വിശ്വാസമില്ല, പക്ഷേ നമ്മൾ നിഷേധിക്കുന്ന ഉണ്ടെന്ന് സമ്മതിക്കാത്ത പലതും അംഗീകരിച്ചു കൊടുക്കുന്ന ചില സമയങ്ങൾ ഇടയ്ക്ക് ജീവിതത്തിൽ ഉണ്ടാവും. ഇപ്പോ തന്നെ ഇവൻ വീട്ടുകാരെ എതിർത്ത് ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചെന്നു കരുതുക. തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ സ്വാഭാവികമായും ഇവന്റെ ഉള്ളിൽ ചെറിയ ചിന്തകൾ ഉയരും. അറിഞ്ഞോ അറിയാതെയോ അത് അവളെ കുറ്റക്കാരിയാക്കിക്കൊണ്ടും ആയിരിക്കാം. സാഹചര്യമാണ് നമ്മളെ വിശ്വാസിയും അവിശ്വാസിയും ആക്കി മാറ്റണതെന്നാ ഞാൻ വിശ്വസിക്കണത്. ഈ ഒളിച്ചോടി പോകുന്നവരൊക്കെ ജാതകം നോക്കിയാണോ കല്യാണം കഴിക്കുന്നത്? എന്നിട്ടും അവർ സുഖായി ജീവിക്കണില്ലേ? അവരുടെയൊക്കെ ജാതകങ്ങൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും? എന്നിട്ടും അവർ സുഖായി ജീവിക്കണില്ലേ? പിന്നെന്താ പ്രശ്നം? ശ്രീരാഗ് പറഞ്ഞു. അവർക്കിടയിൽ പിന്നെയും പല കാര്യങ്ങളും സംസാരവിഷയമായപ്പോഴും വിഷ്ണുവിന്റെ ചിന്തകൾ മാത്രം അഭിയുടെ വാക്കുകളിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസത്തേക്കാളും കുറച്ചു നേരത്തെയാണ് ബസ് സ്റ്റോപ്പിൽ താൻ എത്തിയതെന്ന് ബസ് ഇത്ര നേരമായിട്ടും വരാത്തത് കണ്ടപ്പോഴാണ് വിഷ്ണുവിന് മനസ്സിലായത്. അവൻ കയ്യിൽ കെട്ടിയ വാച്ചിലേക്ക് ഒന്ന് നോക്കി. മോനെ, ഈ യാത്ര ബസ് എപ്പോഴാ എത്താ? അവൻ അടുത്തു നിന്നിരുന്ന ഒരു സ്കൂൾ കുട്ടിയോട് ചോദിച്ചു. യാത്ര വരാൻ 9:35 ആകും. അവൻ കയ്യിൽ കെട്ടിയ വാച്ചിലേക്ക് നോക്കിയ ശേഷം പറഞ്ഞു. അശ്വതിയെ ഇന്നലെ കണ്ടത് ആ ബസ്സിലാണ്. ഇറങ്ങുമ്പോഴാണ് വണ്ടിയുടെ പേരെന്താണെന്ന് ശ്രദ്ധിക്കുന്നത്. കുറച്ചു നേരത്തിനു ശേഷം ബസ് വന്നു. അവൻ വേഗം തന്നെ അതിൽ കയറി. പറ്റി പുറകിൽ അത്ര തിരക്കില്ലെങ്കിലും മുൻപിൽ ചെറിയ രീതിയിൽ തിരക്കുണ്ട്. ബസ്സിനകത്തു കയറിയതും അനുസരണയില്ലാതെ അവന്റെ കണ്ണുകൾ അവളെ തിരയാൻ തുടങ്ങി. തിരക്കുള്ളതുകൊണ്ട് ഒറ്റനോട്ടത്തിൽ കാണാൻ പറ്റുന്നിടത്തല്ല അവൾ നിന്നിരുന്നത്. എങ്കിലും തെല്ലുനേരത്തെ ശ്രമത്തിനൊടുവിൽ അവൻ അവളെ കണ്ടെത്തി. അവന്റെ കണ്ണുകൾ വിടർന്നു. ഒരു യെല്ലോ കളർ ചുരിദാറാണ് അവൾ ധരിച്ചിരുന്നത്. പുറകിലേക്ക് വിടർത്തിയിട്ട മുടിയിഴകൾ കാറ്റിൽ പാറിക്കളിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും വിഷ്ണുവിന് ഇരിക്കാൻ സീറ്റു കിട്ടി. ഇപ്പോൾ അശ്വതിയെ അവൻ ഒന്നുകൂടെ വ്യക്തമായി കാണാൻ കഴിയും. മുൻപിൽ വീണ്ടും തിരക്ക് കൂടിയതും അവൾ നിൽക്കുന്നിടത്തുനിന്നും കുറച്ച് നീങ്ങി നിൽക്കാനായി പുറകിലേക്ക് നോക്കിയ സമയത്താണ് വിഷ്ണുവിന്റെയും അശ്വതിയുടെയും നോട്ടം തമ്മിൽ കോർത്തത്. തന്നിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നു. അവന്റെ നോട്ടം കണ്ട അശ്വതിയുടെ കണ്ണുകൾ ഒരു നിമിഷം നിശ്ചലമായി. എന്നാൽ അവൾ പെട്ടെന്ന് നോട്ടം മാറ്റി മുഖം തിരിച്ചത് കണ്ട് വിഷ്ണുവിന് ചെറിയ ചിരി വന്നു. വിഷ്ണുവിന്റെ മുഖം അശ്വതിയുടെ ഓർമ്മകളിലുണ്ടായിരുന്നു. ഒരിക്കൽ രോഹിത്തിന്റെ കൂടെ അവളെ പെണ്ണുകാണാൻ വിഷ്ണുവും ചെന്നിരുന്നു.
ഒരിക്കൽ കൂടെ ഒന്ന് പുറകിലേക്കു നോക്കാൻ എന്തോ അവൾക്ക് തോന്നി. ഒപ്പം മടിയും. കാറ്റിൽ പാറുന്ന തന്റെ മുടിയിഴകളെ ഒതുക്കുന്നതിനിടയിൽ മഷിയെഴുതിയ വെള്ളാരം കണ്ണുകളാൽ അവൾ പതിയെ സൂത്രത്തിൽ നോട്ടം വിഷ്ണു ഇരിക്കുന്നിടത്തേക്കു പായിച്ചു. എന്നാൽ അന്നേരം അവൻ പുറത്തേക്കു നോക്കിയാണ് ഇരുന്നിരുന്നത്. ബസ് പിന്നെയും ദൂരങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് തിരക്കും കൂടി വന്നു. അശ്വതി ഇറങ്ങുന്ന സ്റ്റോപ്പ് കൃത്യമായി അറിയില്ലെങ്കിലും ഏകദേശം എത്താറായെന്ന് മനസ്സിലായതും അവൻ ഇരുന്നിടത്തുനിന്നും എഴുന്നേറ്റു. ബസ് അടുത്ത സ്റ്റോപ്പിൽ നിർത്തിയതും പുറത്തേക്കിറങ്ങുന്ന അശ്വതിയെ അവൻ കണ്ടു. എന്നാൽ അവൾ ഇതൊന്നും അറിയാതെ ബസ്സിറങ്ങി മുന്നോട്ട് നടന്നു നീങ്ങി. സർ. മാനേജറുടെ ക്യാബിന്റെ ഡോർ പകുതി തുറന്ന് വിഷ്ണു അകത്തു കയറാനുള്ള അനുവാദം ചോദിച്ചു. അദ്ദേഹം ഫോണിൽ ആരുമായോ സംസാരിക്കുകയായിരുന്നു. കൈകൊണ്ട് അകത്തു വരാൻ പറഞ്ഞതും അവൻ ക്യാബിനകത്തേക്കു കയറി. ഏകദേശം വിഷ്ണുവിന്റെ അച്ഛന്റെ പ്രായം ഉള്ള ആളായിരുന്നു മാനേജർ. വിഷ്ണു, നീ ഇരിക്ക്. കോൾ കട്ടാക്കി അദ്ദേഹം പറഞ്ഞു. അവൻ ഒരു ചിരിയോടെ മുന്നിലെ ചെയറിലേക്കിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു സർ 2 ദിവസത്തെ മീറ്റിംഗ്? മടുപ്പായിരുന്നതാ? എന്തൊക്കെ പുതിയ അപ്ഡേഷൻസ്? മനുഷ്യനെ ഇട്ട് വലപ്പിക്കുന്ന വലതുമുണ്ടോ? പിന്നെന്താ, വൈകാതെ ഓരോന്നായി മെയില് വരും. വിഷ്ണു, ഞാൻ നിന്നെ വിളിപ്പിച്ചത് എന്താച്ചാ നീ വൈകിട്ട് വീട്ടിൽക്കിറങ്ങ്. നിന്നെ കുറച്ചായി ആ വഴി കാണുന്നില്ലെന്ന് അവൾ പരാതി പറയുന്നുണ്ട്. ആന്റിയെ കാണാൻ വരണം എന്ന് ഞാൻ വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. എന്തായാലും ഇന്ന് വൈകിട്ട് അങ്ങോട്ട് ഇറങ്ങാം, വിഷ്ണു പറഞ്ഞു. നല്ല ഒരു ഫോറിൻ സാധനം വന്നുപെട്ടിട്ടുണ്ട്, നമുക്ക് ഓരോന്ന് ഒഴിച്ചങ്ങ് ഇരിക്കാംന്ന്. നീ ലേറ്റാവാതെ അങ്ങ് എത്തിയാ മതി. സാറിന്റെ കൂടെയുള്ള വെള്ളമടി ഞാൻ നിർത്തി. അടിച്ചു തുടങ്ങിയ സാറിന്റെ കൺട്രോളും പോകും, പിന്നെ ആന്റിയുടെ വക്തരി എന്നിക്കിട്ടാകും. അവൻ സീറ്റിൽ നിന്നും എഴുന്നേറ്റു. അങ്ങനെ ഒന്നും ഉണ്ടാകില്ല, നീ പേടിക്കാതെ. ഞാൻ എന്തായാലും വരാം, ഇപ്പോ ചെല്ലട്ടെ, എടുത്താ പൊങ്ങാത്ത വർക്കുണ്ട്. വിഷ്ണു ക്യാബിനിൽ നിന്നും ഇറങ്ങി തന്റെ ജോലിയിൽ വ്യാപൃതനായി. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് മുറ്റത്ത് കിടക്കുന്ന വിനോദിന്റെ ബൈക്ക് അശ്വതി കാണുന്നത്. മാധവനും ലതയ്ക്കും 2 പെൺമക്കളാണ് ഉള്ളത്. മൂത്തത് പ്രിയ. പ്രിയയുടെ ഭർത്താവാണ് വിനോദ്. അവരുടെ 2 വയസ്സ് പ്രായമായ മകനാണ് ആദികേഷ് എന്ന അപ്പു. പ്രിയയ്ക്ക് താഴെയാണ് അശ്വതി. അശ്വതി ബൈക്കിലേക്ക് ഒന്ന് നോക്കി ഉമ്മറത്തേക്കു കയറി. ഹാളിൽ തന്നെ വിനോദ് ഇരിക്കുന്നുണ്ട്. അടുത്തുള്ള സെറ്റിയിലായി മാധവൻ അപ്പുവിനെയും എടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. ആഹ്, വന്നോ? എന്തേ ഇന്ന് നേരം വൈകിയോ അശ്വതി? വിനോദ് ചോദിച്ചു. ഓഫീസിന് ഇറങ്ങാൻ കുറച്ച് വൈകി. സ്ഥിരം വരുന്ന ബസ് പോയിരുന്നു, അതാ. അവൾ വിനോദിനെ നോക്കി പറഞ്ഞ് മാധവന്റെ അടുത്തേക്ക് ഇരുന്നു. ബേഗ് സെറ്റിയിലേക്ക് വെച്ച് അച്ഛന്റെ മടിയിലിരിക്കുന്ന അപ്പുവിനെ അവൾ എടുത്ത് കൊഞ്ചിക്കാൻ തുടങ്ങി. ഇവൻ ഇവിടെ ഉണ്ടെന്ന് നേരത്തെ അറിഞ്ഞെങ്കിൽ വരുമ്പോ മിഠായി വാങ്ങി വന്നിരുന്നു ഞാൻ. അല്ലേ ടാ കുറുമ്പ? അപ്പുവിന്റെ വയറിൽ മൂക്കുകൊണ്ട് ഒന്ന് ഉരസിക്കൊണ്ട് അവൾ പറഞ്ഞു. ഇക്കിളികൊണ്ട് അപ്പു ചിരിച്ച് അവളുടെ കയ്യിൽ കിടന്നൊന്നു പുളഞ്ഞു. വിനോദിനും മാധവനുമുള്ള ചായയും എടുത്ത് പ്രിയും ലതയും അപ്പോഴാണ് അവിടേക്ക് വന്നത്. നീ എത്തിയോ? വിനോദിനുള്ള ചായ കൊടുത്തുകൊണ്ട് പ്രിയ അശ്വതിയെ നോക്കി. നിങ്ങൾ എപ്പോഴാ വന്നേ? അശ്വതി ചോദിച്ചു. കുറച്ചു മുന്നേ. നീ നിശ്ചയം മുടങ്ങിയതിന്റെ പിറ്റേ ദിവസം തന്നെ ഓഫീസിൽ പോയി തുടങ്ങില്ലേ? ചേച്ചിയുടെ സംസാരം എങ്ങോട്ടേക്കാണ് നീളുന്നതെന്ന് അശ്വതിക്ക് മനസ്സിലായി. അവൾ അപ്പുവിനെ അച്ഛന്റെ കൈയിലേക്കു തന്നെ തിരികെ ഏൽപ്പിച്ചു. ഞാൻ ഒന്ന് മേൽ കഴുകി വന്നിട്ട് ഇവനെ എടുക്കാം അച്ഛാ. അവൾ അത്രയും പറഞ്ഞ് ബേഗും എടുത്ത് ആരെയും നോക്കാതെ തന്റെ മുറിയിലേക്കു നടന്നു.